ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിലെ പവേഴ്സ് ഓഫ് ഐ എന്ന പോർഷനാണ്. പവേഴ്സ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ ഓരോ പവേഴ്സാണ് അല്ലേ. ഐ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആണ്. അപ്പോൾ ഐ സ്ക്വയർ എന്നാൽ -1. ഐ സ്ക്വയർ -1 ആണ്. ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ -1 ആണ്. -1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ -i. ഐ റേസ് ടു 4നെ ഐ ക്യൂബ് ഇൻറ്റു ഐ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതാം. ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ റേസ് ടു 4 ഈസ് ഈക്വൽ ടു 1. ഐ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ ഐ റേസ് ടു 4 ഇൻറ്റു ഐ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ റേസ് ടു 4 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ. ഐ റേസ് ടു 6 എന്ന് പറഞ്ഞാൽ ഐ റേസ് ടു 5 ഇൻറ്റു ഐ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഐ ഇൻറ്റു ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു -1. ഐ റേസ് ടു 7 ഈസ് ഈക്വൽ ടു ഐ റേസ് ടു 6 ഇൻറ്റു ഐ, വിച്ച് ഈസ് ഈക്വൽ ടു ഐ റേസ് ടു 6 -1 ഇൻറ്റു ഐ ഈക്വൽ ടു -i. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. ഐ ക്യൂബ് -i. ഐ റേസ് ടു 4 1. ഐ റേസ് ടു 5 ഐ റേസ് ടു 6 -1. ഐ റേസ് ടു 7 -i. ഐ റേസ് ടു 8 1. ഐ റേസ് ടു 1. 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഐ റേസ് ടു 8 1 ആണ്. ജനറലി നമുക്കിങ്ങനെ പറയാം, ഐയുടെ പവേഴ്സ് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആവുന്ന സമയത്തൊക്കെ വരുന്നത് 1 ആണ്. അപ്പോൾ എന്ത് പറയാം? ഐ റേസ് ടു 4k ഈക്വൽ ടു 1. 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 1 ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഐ റേസ് ടു 4 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1 ആണ്. പവർ 4 ഇൻറ്റു 1 ആണ് വരുന്നത്, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ 1 കിട്ടും. അതുപോലെ ഐ റേസ് ടു 8 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 4 ഇൻറ്റു 2 ആണ് 8. അപ്പോൾ അവിടെയും 1 വരും. ഇനി അങ്ങനെയാണെങ്കിൽ ഐയുടെ ഏത് പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക ഓർഡറിലാണ് വരുന്നത്. ഇവിടെ നോക്കുക, -1 -i 1i ഇത്രയും വന്നു. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നത് എങ്ങനെയാണ്? -1 -i 1. അടുത്തത് എന്തായിരിക്കും? ഐ റേസ് ടു 9 എന്ന് പറഞ്ഞാൽ i ആയിരിക്കും. അതൊരു പ്രത്യേക ഓർഡറിലാണ് വരുന്നത്. -1 -i 1i. ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും. ഇത് ഐ സ്ക്വയർ, ഐ ക്യൂബ്, ഐ റേസ് ടു 4, ഐ റേസ് ടു 5. വീണ്ടും ഇനി ഐ റേസ് ടു 6 വരുന്ന സമയത്ത് -1, 7 ആണെങ്കിൽ -i. ഐ റേസ് ടു 8 ആകുമ്പോൾ വീണ്ടും 1 വരും. ഐ റേസ് ടു 9 ആണെങ്കിൽ i വരും. നെക്സ്റ്റ് ഐ റേസ് ടു 10 വന്നാൽ -1, 11 വന്നാൽ -i, 12 വരുമ്പോൾ 1, ഐ റേസ് ടു 13 വന്നാൽ i. ഈ ഒരു ഓർഡർ തന്നെയാണിത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ ഐ റേസ് ടു 4k ആക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ 4k എന്ന് വരുമ്പോൾ 1 ആണ്. അതനുസരിച്ച് സോൾവ് ചെയ്ത് പോയാൽ മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഐ റേസ് ടു 100. ഈ ഐ റേസ് ടു 100 എന്ന് പറയുമ്പോൾ 100 4ൻ്റെ മൾട്ടിപ്പിൾ ആക്കാൻ പറ്റുമോ നോക്കാം. 4k എന്ന ഫോമിൽ എഴുതാൻ പറ്റും. ഐ റേസ് ടു 4k ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഐ റേസ് ടു 100നെ എങ്ങനെ എഴുതാം? ഐ റേസ് ടു 4 ഇൻറ്റു 25 ആണ് 100 എന്ന് പറയുന്നത്, അതായത് 4ൻ്റെ മൾട്ടിപ്പിളാണ്. k എന്ന് പറയുന്നത് ഇവിടെ 25 ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 കിട്ടും. റേസ് ടു 101 എന്ന് പറയുമ്പോൾ ഇവിടെ 4k + 1 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി ഇങ്ങനെ എഴുതാം. ഐ റേസ് ടു 4k ആദ്യം എഴുതാം. അപ്പോൾ ഐ റേസ് ടു 100 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഐ റേസ് ടു 100 ഇൻറ്റു ഐ ആണ്. അപ്പോൾ എന്ത് വരും? ഐ റേസ് ടു 100 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ഐ ഈക്വൽ ടു ഐ എന്ന് വരും. ദെർഫോർ ഐ റേസ് ടു 101 ഈസ് ഈക്വൽ ടു ഐ. നെക്സ്റ്റ് ഐ റേസ് ടു 9. ഐ റേസ് ടു 9 എന്ന് പറഞ്ഞാൽ ഐ റേസ് ടു 8 1 ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഐ റേസ് ടു 8 ഇൻറ്റു ഐ ആണ് ഐ റേസ് ടു 9 എന്ന് പറഞ്ഞാൽ. ഐ റേസ് ടു 8 ഈസ് ഈക്വൽ ടു 1, 1 ഇൻറ്റു ഐ ഈക്വൽ ടു ഐ. ഇവിടെ ഐ റേസ് ടു 39, ഐ റേസ് ടു 39 എന്ന് പറയുമ്പോൾ 4k ആക്കി ആദ്യം എഴുതുക. അപ്പോൾ 4k എന്ന് പറയുമ്പോൾ 36 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 3 ആണ്. അപ്പോൾ ഐ റേസ് ടു 36 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഐ ക്യൂബ്, 1 ഇൻറ്റു മൈനസ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് വരും. ഐ റേസ് ടു 39 ഈക്വൽ ടു മൈനസ് ഐ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി? ഫസ്റ്റ് വൺ, ഐ റേസ് ടു 9 പ്ലസ് ഐ റേസ് ടു 19. ഇതിനെ നമുക്ക് എങ്ങനെ എ പ്ലസ് ഐ ബി എന്ന ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റും? അപ്പോൾ ആദ്യം നമുക്ക് ഐ റേസ് ടു 9 മാറ്റി എഴുതാം. ഐ റേസ് ടു 9 എന്ന് പറഞ്ഞാൽ ഐ റേസ് ടു 8 ഇൻറ്റു ഐ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഐ റേസ് ടു 8 1 ആണ്, 1 ഇൻറ്റു ഐ ഈക്വൽ ടു ഐ. ഐ റേസ് ടു 19, ഐ റേസ് ടു 19 എന്ന് പറഞ്ഞാൽ ഐ റേസ് ടു 16 ഇൻറ്റു ഐ ക്യൂബ്, അതായത് 16 പ്ലസ് 3 ആണ് 19 കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തേനെ നമ്മളെപ്പോഴും 4k ആക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 1 ഇൻറ്റു ഐ ക്യൂബ്, ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. ഐ റേസ് ടു 9 പ്ലസ് ഐ റേസ് ടു 19 ഈസ് ഈക്വൽ ടു ഐ മൈനസ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തെഴുതാം? സ്റ്റാൻഡേർഡ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ഐ ബി, എ പ്ലസ് ഐ ബി ഈസ് ഈക്വൽ ടു 0. റിയൽ പാർട്ട് 0 ആണ്, 0 പ്ലസ് ഇവിടെ 0 ആണ് ഇത് കിട്ടിയത്, 0 ഐ